Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലരി വെച്ചിട്ട് അപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇത് 1 കപ്പ് ഉണക്കലരി. നമ്മളിത് പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയാണിത്. അപ്പോൾ ഇത് വെള്ളത്തിലൊന്ന് കുറച്ച് സമയം ഒരു 5 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കണത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 5 മണിക്കൂറോളം ഞാൻ കുതിർത്തായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങ. അപ്പോൾ ഇതിന് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വിളയാത്ത തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് തേങ്ങാവെള്ളമാണിത്, ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളമാണിത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ 2 നുള്ളി ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഇത് ഏകദേശം ഞാൻ 2 മണിക്കൂറോളം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതൊരു കള്ളായിട്ട് മാറും. ഇപ്പോൾ ഇത് മണത്ത് നോക്കുമ്പോൾ നമുക്കൊരു കള്ളിൻ്റെയൊക്കെ ഒരു മണമായിരിക്കും ഇത്. ഇനി വേണ്ടത് ചോറ്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കണ മട്ട അരിയുടെ ചോറാണിത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ തവി എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ചോറൊക്കെ എടുക്കുന്ന അരിപ്പത്തവി ഉണ്ടല്ലോ, അങ്ങനത്തെ അരിപ്പത്തവിയിൽ 1 തവി ചോറാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് അരിയും തേങ്ങയും ചോറും കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ മിക്സിയുടെ ബൗളിലേക്ക് ചോറിട്ട് കൊടുക്കണേന്. അരി കഴുകി വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. ഇത് ചില ഒരു ട്രിപ്പിൽ ഇത് അരയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പത്തിനൊക്കെ അരച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല കുഴിയുള്ള പാത്രം വേണം. ഇനി 2ാമത്തെ ട്രിപ്പ് അരി ഇടണേണ്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇപ്പോൾ 1 പ്രാവശ്യം അരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ ജാറൊക്കെ ആണെങ്കിൽ നമുക്കിത് 1 പ്രാവശ്യം തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലും കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളമായി പോകരുത്. 2ാമത്തെ ട്രിപ്പ് അരച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് കലക്കി ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ഈസ്റ്റ് കലക്കി വെക്കുന്ന ഈ മിക്സിയുടെ ബൗളിനകത്തേക്ക് തന്നെ ഒഴിച്ച് കഴുകിയെടുക്കണേന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം എക്സ്ട്രാ ചേർക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 നുള്ളി ഉപ്പും ചേർക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ഇളക്കാം. ഇപ്പം മാവൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ വേണം ഇളക്കാനായിട്ട്, തവി കൊണ്ട് ഇളക്കരുത് കേട്ടോ. ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ നല്ല കുറച്ച് ലൂസായിട്ടായിരിക്കണം. ഇപ്പം ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. ഞാൻ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇനി നാളെ രാവിലെ ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അപ്പത്തിന് മാവ് അരയ്ക്കുമ്പോൾ എപ്പോഴും നല്ല കുഴിയുള്ള പാത്രത്തിൽ വേണം അരച്ച് വെക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് ഒഴുകിപ്പോവും. അത് ഈസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസമാണിത്. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്.
പൊങ്ങി അതൊന്ന് താന്നു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കരുത്. നല്ല ഈ മാവൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരണം. ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. അപ്പോൾ അപ്പച്ചട്ടി വെക്കുമ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെക്കുക. ഇപ്പോൾ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ മാവ് ഒഴിച്ചിട്ട് തീ കുറച്ച് വെക്കണം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവിങ്ങനെ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തീ കുറച്ച് വെക്കാം. അപ്പോൾ ഇത് അപ്പം ഒന്ന് വേകാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉള്ളൊന്നും മൂക്കത്തില്ല. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം ഈ നമ്മൾ അപ്പം വേകുന്നതിനൊന്നും പ്രത്യേകിച്ച് ടൈമൊന്നും പറയാൻ പറ്റത്തില്ല. അത് തുറന്നു നോക്കുക. അപ്പം ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് മാറ്റാം. ഉണക്കലരി വെച്ച് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഈ അപ്പത്തിന്. അപ്പോൾ ഉണക്കലരി വെച്ചിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.